എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അതെ, ഈ പച്ചക്കോട്ടിട്ട് നടക്കുന്നതാണ് വിഷ്ണു ചേട്ടൻ, റെഡ് ഇട്ടിട്ട് ഫ്രണ്ടിൽ നടക്കുന്നതാണ് ഉണ്ണി. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ലേക്ക് ഡിസ്ട്രിക്റ്റ്. അത് ഇവിടുന്ന് അത്യാവശ്യം ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 hour ദൂരമുണ്ട്. പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് കുറവാണ്. അവിടുത്തെ ശരിക്കുമുള്ള ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറി. ഇവിടെ കാറിൽ പെട്രോൾ അടിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ നമുക്കവിടെ അടിച്ച് തരാനായിട്ട് വേറെ ആരും കാണത്തില്ല. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് സെറ്റായി. ഫ്രണ്ടിലിരുന്നുകൊണ്ട് വിഷ്ണു ചേട്ടനാണ് വീഡിയോ ഒക്കെ കുറച്ച് നേരത്തേക്ക് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെതറാണ്. ഇവിടെ ഈ വെതർ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമുള്ളതുണ്ട് കേട്ടോ. അതിൻ്റെ തലേ ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും ഭയങ്കര ബാഡ് വെതറായിരുന്നു. പക്ഷേ ആ പോയ ദിവസം കറക്റ്റ് ലോട്ടറി ഒക്കെ അടിക്കുന്നത് പോലെയാണ് ഇവിടെ ഇങ്ങനെ വെതർ കിട്ടണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ടൈം മഴയും കാറ്റും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു വെതറാണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയോ ഈ രാജ്യം കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെ എന്താ പറയുക മോട്ടോർ വേയിൽ കയറി. ഈ ആകാശത്തിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസമാണെന്നറിയാം, നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. പ്രശ്നം രാവിലെ പൂച്ചക്കുട്ടി അത്. ഇപ്പം ഈ നേരെ കാണുന്ന ഒരു സംഭവം, ഒരു ടവറും ഒരു ബ്രിഡ്ജും കണ്ടോ. ഇതിവിടെ സർവീസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ കടകളാണ്. ഇതിനകത്തല്ല, ഇതിൻ്റെ അപ്പുറത്തെ 2 സൈഡിലും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാം. ഇനി ലേക്ക് ഡിസ്ട്രിക്റ്റ് അടുക്കാറായപ്പോൾ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് ശരിക്കും ഉള്ളതാണോ വരച്ച് വെച്ചേക്കുന്നതാണോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. അത്ര രസമാണ്. പിന്നെ ആ വൈറ്റ് സ്പോട്സ് കാണുന്നതെല്ലാം ഈ ചെമ്മരിയാടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇനി നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് കയറാൻ പോവാണ്. In 1 mile, at the roundabout, take the first exit onto
ആവശ്യമില്ലാത്ത മതിലുകളില്ല. വലുതായിട്ട് കെട്ടിയടച്ച് ഇതൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. എല്ലാം ആവശ്യത്തിനേ ഉള്ളൂ. അതുപോലെ പണ്ട് കാലത്തെ ഈ വേലികളും അതേപോലെ ഈ കട്ട വെച്ച് കെട്ടിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള മതിലുകളൊക്കെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അതേപോലെ ഈ ഒരു ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് കയറിയ സമയത്ത് ഇനിയും ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അത്ര ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു കാര്യവും നശിപ്പിക്കാതെയാണ്, ആ പ്രകൃതിയെ ഒട്ടും തന്നെ നോവിക്കാതെയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വഴി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡും ദേ ഇവിടെ ആണെങ്കിൽ ആ മതിലുകളൊക്കെ കണ്ടോ? ആ മതിലുകളൊക്കെ എന്താ പറയുന്നത്, ഭയങ്കര ഈ കട്ട വെച്ച് കെട്ടിയതും അങ്ങനെ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇപ്പം കല്ല് കൊണ്ടുള്ള മതിലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. ശരിയാണ്. ഞാനൊരു പ്രോഗ്രാം മൊത്തം അങ്ങ് ഷൂട്ട് ചെയ്തേ, ഫോട്ടോ എടുത്ത് കേട്ടോ. ആ കഥയുടെ ബാക്കി ഞാൻ പറയാം കേട്ടോ. ആരെയോ വിശ്വാസപ്പെടുത്തി ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനൊക്കെ ഏറ്റു. എന്നിട്ട് അതിൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതായിരുന്നു ആ കഥ. എന്തായാലും ഞങ്ങളിതേ ഇവിടെ ബൗനസ് എന്ന് പറയുന്ന ഒരു മലയുടെ മേളിലാണ് കയറാൻ പോകുന്നത്. ആദ്യത്തെ പരിപാടി അതാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നല്ല രീതിയിൽ നടക്കാനുണ്ട്. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വളരെയധികം പെട്ടെന്ന് ക്ഷീണിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു മനുഷ്യരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് അതിശയിച്ചു പോയി. കാരണം എന്താ പറയുന്നത്, ഓടിയും ചാടിയൊക്കെയാണ് ഈ മലയിൽ കയറുന്നത്. അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. പറയാനുണ്ടോ? കൂടുതലൊന്നും പറയാനില്ല. വളരെ ദുർഘടമായ ഒരു കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണ് കയറേണ്ടത് അല്ലെങ്കിൽ എവിടെ എത്തും എന്നൊന്നും നമുക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണെങ്കിലും മേളിൽ നിന്ന് കാണുന്ന കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടാണ്, അതാണ് നമ്മുടെ മോട്ടിവേഷൻ കയറാനുള്ളത്. പിടിച്ച ഏകദേശം ഒരു പകുതി വഴി കയറി കേട്ടോ. ഈ കയറിയിട്ട് തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ നമ്മൾ എത്ര നടന്നു വന്നു എന്നുള്ളത് കാണുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. ഇനി പിന്നെ ഇത്ര അല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. തിരിഞ്ഞു നോക്കുമ്പം കാണുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്നിങ്ങനെ നോക്കാൻ. ഞാനിങ്ങനെ പണ്ടത്തെ ഇങ്ങനെ വാൾപേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ. പിന്നീട് കാണുന്ന ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മേളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ആ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ പായ്ക്കപ്പലും കാര്യങ്ങളും ഒക്കെ കാണാം. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് താഴോട്ട് നോക്കുമ്പം കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുമ്പം എന്തായാലും ഫുഡ് കഴിക്കാനുള്ളത് എടുത്തില്ലെങ്കിൽ പണിവാളും. കാരണം ഇവിടെ വെച്ചിട്ട് വിശന്ന് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പെട്ടെന്ന് പോകാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ലിറ്റിൽ നിന്നും ഈ പഴം സജസ്റ്റ് ചെയ്തത്. അന്ന് മുതൽ ഞാൻ തിന്നാൻ ടെൻറ്റ് ആ വ്യൂ കണ്ടോ.
വേണ്ട വേണ്ട. അതിനകത്തേക്ക് പഴം. ഒരു പഴം തരാമെന്നോ? അത് ശരി, എന്നോട് പഴം തന്നെയല്ല ഞാൻ ചോദിച്ചത്, അക്ഷരം മാറിയിട്ടല്ലോ. നമ്മളീ വന്നിരിക്കുന്ന ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഇത്. ഇതൊരു വലുതായിട്ട് ഒരുപാട് കാണാനുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ടു തീർക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയറിപ്പോയതുപോലല്ല, വൻ സീനായിരുന്നു. ഞങ്ങളൊരു ഷോർട്ട് കട്ടിൽ കൂടെ നേരെ ഇറങ്ങിപ്പോയി. അപ്പം അതിലും ഷോർട്ട് കട്ട് തപ്പിപ്പോയ വിഷ്ണു ചേട്ടൻ നീണ്ട് എവിടെയോ കുടുങ്ങി. ഇനി പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പകുതി വഴി ആയപ്പോഴത്തേക്ക് സീനായിരുന്നു. സ്ഥലത്തിന്റെ പേര് വഴി തെറ്റാൻ പാറയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ചെറുതായിട്ട് വഴിയൊന്നും തെറ്റിയിട്ടുണ്ട്. സ്ഥലം കാണാനുള്ള തിടുക്കത്തിൽ അങ്ങോട്ട് പോയപ്പം ഒരു ഓർമ്മയില്ലാതെ അങ്ങ് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏതാണ് വഴി ഇറങ്ങിപ്പോണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഞങ്ങൾ കറക്റ്റായിട്ടുള്ള വഴിയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി മേളിൽ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ നേരിട്ട് പോയി കാണാനാണ് അടുത്തായിട്ട് പോകുന്നത്. ബൗണസ് ഓൺ വിൻഡർ മാൻ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതായിരിക്കും അടുത്ത വ്ലോഗിനകത്ത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ദേ ഈ സംഭവം, ഈ ഒരു മതിൽ ചാടിക്കടന്നാണ് അപ്പുറത്തെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു മതിൽ ചാട്ടത്തോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്